നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഏകാദശിയാകുന്നു. ഇന്നേ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ മക്കൾക്ക് സർവ്വ ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അത്രമേൽ സവിശേഷമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇന്നേ ദിവസം ജ്യോതിഷപരമായി പരിശോധിക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഗുരുവായൂരപ്പൻ്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. രാജയോഗതുല്യമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസന്തോഷവും കുടുംബ ഐക്യവും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് വളരെയധികം മെച്ചപ്പാടുകൾ വന്ന് ചേരുന്ന സമയമാകുന്നു. അഥവാ ഉയർച്ച പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അവർക്ക് ധനപ്രാപ്തി വർദ്ധിക്കുന്ന സമയമാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വാഹനങ്ങൾ മോടി പിടിപ്പിക്കുകയോ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങുകയോ ഗൃഹോപകരണങ്ങൾ മറ്റു വാങ്ങുകയോ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. മികച്ച പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ഭൗതികവും മാനസികവുമായ പിന്തുണ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആവശ്യത്തിന് വിശ്രമവും വിനോദ സന്ദർഭങ്ങളും ഇഷ്ടമിത്രങ്ങളെയും കാണുവാനുള്ള അവസരങ്ങൾ, സഹവസിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഭഗവാനെ തീർച്ചയായും ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. തീർച്ചയായും ഈ സൗഭാഗ്യം തടസ്സങ്ങൾ കൂടാതെ നിങ്ങളെ തേടിയെത്തും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് 4-ാം ഭാവാധിപനായ ചന്ദ്രന് ഉച്ചം, പക്ഷബലം, സ്വക്ഷേത്രസ്ഥിതി ഇവയൊക്കെ വരികയാൽ ദേഹസുഖം, മനോല്ലാസം എന്നിവ ലഭിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിലേക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ബന്ധുമിത്രാദികളെ കാണുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും. വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനപരമായ ആശ്രയം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയമാണ് ഇത്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ ഇഷ്ടവസ്തുക്കളാകാം. അവ വാങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ പല വ്യക്തികളിൽ നിന്നും പിന്തുണ, നിങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്ന അവസരം കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ അഥവാ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഊർജം ലഭിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരത്തിൽ ഊർജങ്ങൾ സംഭരിച്ച് പൂർവാധികം ശക്തിയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നല്ല തുടക്കം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. കൂടാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ സംരംഭങ്ങളുണ്ട്, ബിസിനസ്സുണ്ട് എങ്കിൽ ആ ബിസിനസ്സുകൾ ലാഭമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. വായ്പകൾക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട്
ഒരുക്കങ്ങൾ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ തർക്കിക്കുന്നവരെ നിങ്ങൾക്ക് ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഗാർഹികമായി ഒരുവിധം സംതൃപ്തി വന്ന് ചേരുന്ന അവസരം കൂടിയാണ് ഇത്. ഭൗതികമായ താല്പര്യങ്ങൾ, ആത്മീയപരമായ കാര്യങ്ങൾ എന്നിവ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ഈ സമയം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമയം ഭഗവാനെ ഒരിക്കലും ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കഴിവുകൾ വളരെ ഫലപ്രദമായി നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം മനോശക്തി അഥവാ മനഃശക്തി വളരെയധികം പ്രകടമാകും എന്ന് തന്നെ പറയാം. കച്ചവടത്തിൽ വളരെയധികം നേട്ടങ്ങൾ അഥവാ ലാഭം നേടുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ വ്യാപാര തന്ത്രങ്ങൾ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ എങ്കിൽ ചുമതലകൾ, ബാഹ്യ ഇടപെടലുകൾ കൂടാതെ തന്നെ നന്നായി നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹത്തിൽ സുഭിക്ഷത ഉണ്ടാവും എന്ന് തന്നെ പറയാം. കലഹിക്കുന്നവരാണ് എങ്കിൽ പോലും ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്നും അവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഒപ്പം നിർത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻകൈ എടുക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്നതാകുന്നു. സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ അല്പം നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും. ശുഭകരമാണ് സമയം. അതിനാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും അതേപോലെ മനസന്തോഷങ്ങൾക്കും തർക്കങ്ങൾ പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴം നക്ഷത്രക്കാർക്ക് വീടുമായി അകന്ന് കഴിയുന്നവരാണ് എങ്കിൽ പോലും വീട്ടിലേക്ക് തിരിച്ചു വരുവാനും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനുള്ള വഴി ഒരുങ്ങും എന്ന് തന്നെ പറയാം. ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ സാധ്യതകൾ വളരെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സമ്മർദ്ദങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം സജ്ജരാവേണ്ട സാഹചര്യങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. പണയ വസ്തുക്കൾ നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സമ്മർദ്ദം ഉയരുന്നതാകുന്നു. ആ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക. ചെലവുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. അനാവശ്യമായ ചെലവുകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ശുഭകാര്യങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യത കൂടുതലാകുന്നു. പണമിടപാടുകളിൽ അല്പം കൃത്യത നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ധനവരവ് മോശമാകില്ല എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത വന്നു ചേരും. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളതിനാൽ തന്നെ ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും. തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കുക. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കടാക്ഷത്താൽ കലാപരമായ പ്രവർത്തനങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാഹിത്യരചന തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയാം. സ്വീകരിച്ച നിലപാടുകൾ ശരിയായി ഭവിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കും. എന്നാൽ ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. കർമ്മരംഗത്ത് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ പ്രകടമാകുന്ന സമയം കൂടിയാണ് ഇത്. എന്നാൽ എല്ലാ കഴിവുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും
ഉയർച്ച നേടുവാനും സാധിക്കും എന്ന് തന്നെ പറയാം. സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുമതികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണ് ഇത്. അച്ഛനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, പല തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. അതേപോലെ പിതാവിന്റെ സ്വത്തും സമ്പാദ്യവും ഉപകാരപ്പെടുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം ധനപരമായ വളർച്ച, ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് എന്ന് പറയാം. ഈ സമയം ഭഗവാനെ ധ്യാനിച്ച് ഏത് കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. മാറ്റങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും.